ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എയിം ഫോർ പി എസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ സീരീസിൽ നമ്മൾ 2024 പി എസ് സി ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പം അതിലെ ആദ്യത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് 2024 നവംബർ 1 പി എസ് സി ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പം LGS 4ാമത്തെ സ്റ്റേജ് എഴുതുന്നവർക്കും അതേപോലെ തന്നെ നമ്മുടെ ഡിസംബർ 28 തുടങ്ങാൻ പോകുന്ന 10th പ്രിലിംസ് എഴുതുന്നവർക്കും ഉപകാരപ്പെടുന്ന ഒരു സീരീസും കൂടി ആയിരിക്കും ഇത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഡാരോൺ അസമഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ എന്നിവർ ഈ വർഷത്തെ സാമ്പത്തിക നൊബേൽ സമ്മാനം പങ്കിട്ടു. ഇത് നൊബേൽ സമ്മാനവുമായി ബന്ധപ്പെട്ടുള്ളൊരു ഫാക്റ്റ് ആയതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതുകൊണ്ട് നിർബന്ധമായും പഠിച്ചു വയ്ക്കണം. അതുപോലെ ഈ കൂടെ തന്നെ 2023 നൊബേൽ പ്രൈസ് ജേതാക്കളെയും നോക്കിയിട്ട് LGS പരീക്ഷയുള്ളവർ പോകാവൂ. പിന്നെ ഇവർക്ക് എന്ത് കണ്ടുപിടുത്തത്തിനാണ് നൊബേൽ സമ്മാനം കിട്ടിയെന്നും കൂടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. കോളനിവൽക്കരണത്തിന് ശേഷം ലോകമെങ്കും പ്രത്യേകിച്ച് ഏകാധിപത്യവും അഴിമതിയും ശക്തമായ രാജ്യങ്ങളിൽ സാമ്പത്തിക അസമത്വം തുടർന്നതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തിയതിനാണ് ഇവർക്ക് നൊബേൽ സമ്മാനം കിട്ടിയത്. അപ്പം കോളനിവൽക്കരണത്തിന് ശേഷം ലോകമെങ്ങും പ്രത്യേകിച്ച് ഏകാധിപത്യവും അഴിമതിയും ശക്തമായ രാജ്യങ്ങളിൽ സാമ്പത്തിക അസമത്വം തുടരുന്നതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തിയതിനാണ് ഇവർക്ക് നൊബേൽ സമ്മാനം കിട്ടിയത്. അപ്പോൾ ആർക്കൊക്കെ കിട്ടിയത്? ഡാരോൺ അസമഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ. അപ്പം ഇവരുടെ 3 പേരുടെയും പേര് ഒന്ന് ഓർത്ത് വെക്കണം. പിന്നെ ഓസ്കാർ ജേതാവായ അമേരിക്കൻ നടി ജൂലിയ റോബർട്സിന് ഫ്രാൻസിന്റെ ദേശീയ ചലച്ചിത്ര ബഹുമതിയായ സീസർ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തു. അപ്പോൾ സീസർ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്ത അമേരിക്കൻ നടി എന്ന് പറയുന്നത് ജൂലിയ റോബർട്സ് ആണ്. അടുത്തത്, ജലസംരക്ഷണത്തിൽ രാജ്യത്തെ മികച്ച പഞ്ചായത്തിനായ തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ തെരഞ്ഞെടുക്കപ്പെട്ടു. ജലസംരക്ഷണത്തിൽ രാജ്യത്തെ മികച്ച പഞ്ചായത്തായ തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ തെരഞ്ഞെടുക്കുക. അപ്പം തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറയാണ് ജലസംരക്ഷണത്തിൽ രാജ്യത്തെ മികച്ച പഞ്ചായത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇത് ഒരു ദേശീയ പുരസ്കാരം ആയതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റ് ആണ്. മസ്റ്റായിട്ട് എക്സാമിന് പഠിച്ചിട്ട് പോകണം. അടുത്തത്, കേരള സർവകലാശാല അന്താരാഷ്ട്ര നിലവാരമുള്ള സർവകലാശാലയുടെ പട്ടികയിൽ ഇടം പിടിച്ചു. കേരള സർവകലാശാല അന്താരാഷ്ട്ര നിലവാരമുള്ള സർവകലാശാലയുടെ പട്ടികയിൽ ഇടം പിടിച്ചു. അടുത്ത്, PG ദേശീയ പുരസ്കാരം പ്രൊഫസർ റോമില താപ്പറിന്. അപ്പം പ്രൊഫസർ റോമില താപ്പറിനാണ് PG ദേശീയ പുരസ്കാരം കിട്ടിയത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ട്സ് നമ്മൾ എടുത്തു പറയുന്നുണ്ട്. അപ്പം അല്ലാത്തതൊക്കെ ഒരു വട്ടം വായിച്ചു വിടും. അതിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സാമിന് മുമ്പ് ഒന്ന് നോക്കിയിട്ട് പോയാൽ മതി. അടുത്ത, മികച്ച പാർലമെന്റേറിയനുള്ള TM ജേക്കബ് സ്മാരക പുരസ്കാരത്തിന് ലോക്സഭ അംഗം NK പ്രേമചന്ദ്രൻ അർഹനായി. അപ്പോൾ മികച്ച പാർലമെന്റേറിയനുള്ള TM ജേക്കബ് സ്മാരക പുരസ്കാരത്തിന് ലോക്സഭ അംഗം NK പ്രേമചന്ദ്രൻ അർഹനായി. കുട്ടികളെയും മുതിർന്നവരെയും മൊബൈൽ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള സർക്കാർ പദ്ധതിയായ ഇ-മോചൻ ക്ലിനിക്കുകൾ വ്യാപിപ്പിക്കുന്നു. കുട്ടികളെയും മുതിർന്നവരെയും മൊബൈൽ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള സർക്കാർ പദ്ധതിയായ ഇ-മോചൻ ക്ലിനിക്കുകൾ വ്യാപിപ്പിക്കുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റ് ആണ്. ഇതൊരു സർക്കാർ പദ്ധതി ആയതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിർബന്ധമായി പഠിച്ചിട്ട് തന്നെ പോകണം കേട്ടോ. ഈ വർഷത്തെ കേളപ്പജി പുരസ്കാരത്തിന് മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ PV ചന്ദ്രനെ തെരഞ്ഞെടുത്തു. അപ്പം കേളപ്പജി പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത് PV ചന്ദ്രനെയാണ്. അടുത്ത ഫാക്റ്റ്, ഒഡീഷയിലും പശ്ചിമ ബംഗാളും വൻ നാശങ്ങൾ ഉണ്ടാക്കി ഡാന ചുഴലിക്കാറ്റ്. ഒഡീഷയിലും പശ്ചിമ ബംഗാളും വൻ നാശങ്ങൾ ഉണ്ടാക്കി ഡാന ചുഴലിക്കാറ്റ്. ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ PSC പരീക്ഷകളിൽ അടിക്കടി കണ്ടുവരുന്നതും കൂടെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് മസ്റ്റായിട്ട് പഠിച്ചു വെക്കണം. അപ്പോൾ ഡാന ചുഴലിക്കാറ്റ് നാശം എത്തിച്ച സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഒഡീഷയും പശ്ചിമ ബംഗാളും. ചിലപ്പോൾ ഇങ്ങനൊരു ചോദ്യം ഫ്രെയിം ചെയ്യപ്പെടാം. അതായത് ഡാന ചുഴലിക്കാറ്റ് നാശമെത്തിച്ച സംസ്ഥാനങ്ങൾ ഏതൊക്കെ, എന്നിട്ട് ഒഡീഷ, പശ്ചിമ ബംഗാൾ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നിങ്ങനെ ഓപ്ഷൻസ് തന്നിട്ട് 1ഉം 2ഉം ശരി, 2ഉം 4ഉം ശരി, 3ഉം 4ഉം ശരി, എല്ലാം ശരി എന്നിങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ നിസ്സാരമായിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഈ ഫാക്റ്റ് മസ്റ്റായിട്ട് പഠിച്ചിട്ട് പോകണം. അതായത് ഒഡീഷയിലും പശ്ചിമ ബംഗാളും വൻ നാശങ്ങൾ ഉണ്ടാക്കി ഡാന ചുഴലിക്കാറ്റ്. അടുത്ത ഫാക്റ്റ്, ഹരിയാന മുഖ്യമന്ത്രിയായ നയാബ് സിംഗ് സൈനി അധികാരമേറ്റു. ഹരിയാന മുഖ്യമന്ത്രി ആരാണ്? നയാബ് സിംഗ് സൈനി. ഇപ്പോൾ 2024 അധികാരമേറ്റ മുഖ്യമന്ത്രിമാരെ ഈ അടുത്ത് വരുന്ന പരീക്ഷകൾക്ക് പോകുന്നവരൊന്ന് മസ്റ്റായിട്ട് പഠിച്ചിട്ട് പോകുന്നത് നല്ലതായിരിക്കും.
ക്വസ്റ്റ്യൻസ് വരാം. ചിലപ്പോൾ ചേരുംപടി ചേർക്കാനോ അല്ലെങ്കിൽ ഇപ്പം ഒരു സൈഡിൽ മുഖ്യമന്ത്രി അടുത്ത സൈഡിലെ സംസ്ഥാനങ്ങൾ എന്നൊക്കെ തന്നിട്ട് തെറ്റായ ജോഡി ശരിയായ ജോഡി എന്നിങ്ങനെയൊക്കെ ചോദിക്കാൻ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോക്കിയിട്ട് പോവുക. അടുത്തത്, പ്രത്യേക പദവി റദ്ദാക്കിയതിന് ശേഷമുള്ള ജമ്മു കാശ്മീരിലെ ആദ്യ മുഖ്യമന്ത്രിയായ ഒമർ അബ്ദുള്ള അധികാരമേറ്റു. അതായത് പ്രത്യേക പദവി റദ്ദാക്കിയതിന് ശേഷമുള്ള ജമ്മു കാശ്മീരിലെ ആദ്യ മുഖ്യമന്ത്രിയായി ഒമർ അബ്ദുള്ള സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ജമ്മു ആൻഡ് കാശ്മീരിലെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ ശേഷമുള്ള ആദ്യ മുഖ്യമന്ത്രി ആയതോടെ തന്നെ ഇത് മസ്റ്റായിട്ടൊന്ന് പഠിച്ചു വെക്കണം. അടുത്ത ഫാക്റ്റ്, സുപ്രീം കോടതിയുടെ 51ാം ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന നവംബർ 11 ചുമതലയേൽക്കും. സുപ്രീം കോടതിയിലെ 51ാം ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന നവംബർ 11 ചുമതലയേൽക്കും. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസൊക്കെ മിക്കവാറും പരീക്ഷകൾക്ക് ചോദിക്കുന്നതാണ്. ആളുടെ പേരും എത്രാമത്തെ ചീഫ് ജസ്റ്റിസ് ആണെന്നുള്ള കാര്യം കൂടെ നമ്മൾ പ്രത്യേകം പഠിച്ചിരിക്കണം. ഈ കൂട്ടത്തിൽ തന്നെ നമുക്ക് 50ാമത്തെ ചീഫ് ജസ്റ്റിസ് ആരാണെന്നൂടെ നോക്കാം. DY ചന്ദ്രചൂഡ് ആണെന്ന കാര്യം കൂടെ നമ്മൾ ഓർത്തിരിക്കണം, മറക്കരുത്. ചിലപ്പം 50ാമത്തെയും ചോദിക്കാം. അടുത്ത ഫാക്റ്റ്, വിജയ് കിഷോർ രഹത്കർ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായി നിയമിതയായി. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കഴിഞ്ഞ LDC പരീക്ഷകളിലൊക്കെയും വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണെന്നുള്ള ചോദ്യമുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് ഒന്നും കൂടെ പഠിച്ചിട്ട് പോവാം. വിജയ് കിഷോർ രഹത്കർ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായി നിയമിതയായ വ്യക്തിയാണ്. ഐഷാന്ത് അസീമയെ ഇന്ത്യയിലെ മാലദ്വീപ് സ്ഥാനപതിയായി നിയമിച്ചു. ഐഷാന്ത് അസീമയെ ഇന്ത്യയിലെ മാലദ്വീപ് സ്ഥാനപതിയായി നിയമിച്ചു. പരമേശ് ശിവമണി തീരരക്ഷാസേന മേധാവിയായി ചുമതലയേറ്റു. പരമേശ് ശിവമണി തീരരക്ഷാസേന മേധാവിയായി ചുമതലയേറ്റു. അടുത്ത ഫാക്റ്റ്, വിയറ്റ്നാമിന്റെ പ്രസിഡന്റായി ലുവാങ് കുവോങ്ങിനെ ദേശീയ അസംബ്ലി തെരഞ്ഞെടുത്തു. വിയറ്റ്നാമിന്റെ പ്രസിഡന്റായി ലുവാങ് കുവോങ്ങിനെ ദേശീയ അസംബ്ലി തെരഞ്ഞെടുത്തു. വിയറ്റ്നാം പ്രസിഡന്റൊക്കെ ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്. അടുത്ത ഫാക്റ്റ്, വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ബ്രിക്സിന്റെ 16ാം ഉച്ചകോടി റഷ്യൻ നഗരമായ കസാനിൽ തുടങ്ങി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇന്ത്യ ഒരു ബ്രിക്സ് അംഗരാജ്യം കൂടി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിച്ചിട്ട് പോകണം. ബ്രിക്സിന്റെ 16ാം ഉച്ചകോടി റഷ്യൻ നഗരമായ കസാനിൽ തുടങ്ങി. അടുത്തത്, പാകിസ്ഥാന്റെ സാംസ്കാരിക നഗരമായ ലാഹോർ ലോകത്തിലെ ഏറ്റവും വായു മലിനീകരണമുള്ള നഗരമാണ്. പാകിസ്ഥാന്റെ സാംസ്കാരിക നഗരമായ ലാഹോർ ലോകത്തിലെ ഏറ്റവും വായു മലിനീകരണമുള്ള നഗരം. അടുത്ത ഫാക്റ്റ്, മാധവകവി സ്മാരക ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് സംസ്ഥാനത്തെ ആദ്യ ഭരണഘടനാ സാക്ഷരതാ ക്യാമ്പസായി പ്രഖ്യാപിച്ചു. മാധവകവി സ്മാരക ആർട്സ് ആൻഡ് സയൻസ് കോളേജിനെ സംസ്ഥാനത്തെ ആദ്യ ഭരണഘടനാ സാക്ഷരതാ ക്യാമ്പസായി പ്രഖ്യാപിച്ചു. ഇത് ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയർ ആയതുകൊണ്ട് തന്നെ ഇക്കാര്യം ഒന്ന് ഓർത്തു വെക്കണം. അപ്പോൾ എന്തായിരുന്നു, മാധവകവി സ്മാരക ആർട്സ് ആൻഡ് സയൻസ് കോളേജിനെ സംസ്ഥാനത്തെ ആദ്യ ഭരണഘടനാ സാക്ഷരതാ ക്യാമ്പസായി പ്രഖ്യാപിച്ചു. അടുത്തത്, ടൈംസ് ഓഫ് ഒമാൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് സത്യസായി ഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദ് കുമാറിന് സമ്മാനിച്ചു. ടൈംസ് ഓഫ് ഒമാൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് സത്യസായി ഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദ് കുമാറിനാണ് സമ്മാനിച്ചത്. അടുത്തത്, ഈ വർഷത്തെ ലളിതാംബിക അന്തർജനം സാഹിത്യ പുരസ്കാരം സന്ധ്യ ജയേഷ് പുളിമാത്തിന്റെ ദയാവധൻ നോവലിനാണ്. ഈ വർഷത്തെ ലളിതാംബിക അന്തർജനം സാഹിത്യ പുരസ്കാരം സന്ധ്യ ജയേഷ് പുളിമാത്തിന്റെ ദയാവധൻ എന്ന നോവലിന് ലഭിച്ചു. ഇതൊന്ന് നോക്കണം, കാരണം ഇതിലെ കൃതിയും കർത്താവും ഒന്ന് നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ്. കാരണം ഓപ്ഷൻസിൽ ചോദിക്കാൻ വളരെ സാധ്യതയുള്ള കാര്യമായതുകൊണ്ട് തന്നെ നമുക്കതൊന്ന് എലിമിനേറ്റ് ചെയ്ത് തിരഞ്ഞെടുക്കാൻ പറ്റുന്നതായിരിക്കണം. അപ്പം അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് പഠിച്ചിട്ട് പോകാൻ നോക്കണം. അറ്റ്ലീസ്റ്റ് കൃതിയും കർത്താവെങ്കിലും നമുക്ക് ഓപ്ഷൻസ് കാണുമ്പോൾ തിരഞ്ഞെടുക്കാൻ നമുക്കതറിയണം. അടുത്തത്, സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി പ്രണബ് ജ്യോതിനാഥിനെ നിയമിച്ചു. സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി പ്രണബ് ജ്യോതിനാഥിനെ നിയമിച്ചു. സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആയതുകൊണ്ട് തന്നെ ഇത് പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും പഠിക്കണം. അപ്പം ആരാണ്? പ്രണബ് ജ്യോതിനാഥ്. അടുത്തത്, വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ന്യൂസിലാൻഡിന്. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 32 റൺസിന് തകർത്താണ് ന്യൂസിലാൻഡ് കപ്പ് ഉയർത്തിയത്. അപ്പോൾ വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ന്യൂസിലാൻഡിനാണ്. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 32 റൺസിന് തകർത്താണ് ന്യൂസിലാൻഡ് കപ്പ് ഉയർത്തിയത്. ഇമ്പോർട്ടൻ്റ് ആണ്.
സ്പോർട്സുമായി ബന്ധപ്പെട്ടുള്ള കറണ്ട് അഫയേഴ്സിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത്, ഇന്ത്യൻ വനിതാ ക്രിക്കറ്റർ നീതു ഡേവിഡിന് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ഹാൾ ഓഫ് ഫെയിം പുരസ്കാരം. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റർ നീതു ഡേവിഡിന് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ഹാൾ ഓഫ് ഫെയിം പുരസ്കാരം. സ്പോർട്സുമായി ബന്ധപ്പെട്ട അവാർഡ് ആയതുകൊണ്ട് തന്നെ പഠിച്ചു വെക്കണം. അടുത്തത്, ടെസ്റ്റ് ക്രിക്കറ്റിൽ 9,000 റൺസ് തികയ്ക്കുന്ന 4ാമത്തെ ഇന്ത്യക്കാരനായ വിരാട് കോഹ്ലി. സച്ചിൻ ടെണ്ടുൽക്കർ, രാഹുൽ ദ്രാവിഡ്, സുനിൽ ഗവാസ്കർ എന്നിവരാണ് നേരത്തെ 9,000 തികച്ച ഇന്ത്യക്കാർ. ടെസ്റ്റ് ക്രിക്കറ്റിൽ 9,000 റൺസ് തികയ്ക്കുന്ന 4ാമത്തെ ഇന്ത്യക്കാരനായിട്ടുള്ളത് വിരാട് കോഹ്ലിയാണ്. അടുത്തത്, സാഫ് അണ്ടർ 17 ഫുട്ബോൾ കിരീടം ഇന്ത്യക്ക്. സാഫ് അണ്ടർ 17 ഫുട്ബോൾ കിരീടം ഇന്ത്യക്ക്. ഇന്ത്യൻ ജേതാക്കളായതിനാൽ പഠിച്ചു വെക്കണം. അടുത്ത് വരാനിരിക്കുന്ന പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഫാക്ടും കൂടാണ് വേദി ഭൂട്ടാൻ. അടുത്തത്, ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ 64 ഗോളുകളോടെ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയതിന് റെക്കോർഡ് മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ സുനിൽ ഛേത്രി സ്വന്തമാക്കി. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ 64 ഗോളുകളോടെ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയതിന്റെ റെക്കോർഡ് മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ സുനിൽ ഛേത്രി സ്വന്തമാക്കി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വേഗത്തിൽ 27,000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരമായി ഇന്ത്യയുടെ വിരാട് കോഹ്ലി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വേഗത്തിൽ 27,000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരമായി ഇന്ത്യയുടെ വിരാട് കോഹ്ലി. അടുത്ത, സ്പാനിഷ് ഫുട്ബോൾ ഇതിഹാസം ആന്ദ്രെ ഇനിയാസ്റ്റ വിരമിച്ചു. സ്പാനിഷ് ഫുട്ബോൾ ഇതിഹാസം ആന്ദ്രെ ഇനിയസ്റ്റ വിരമിച്ചു. അടുത്തത്, 2026 ലോകകപ്പ് ഫുട്ബോൾ USA, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളാണ് നടത്തപ്പെടുന്നത്. 2026 ലോകകപ്പ് ഫുട്ബോൾ USA, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളാണ് നടത്തപ്പെടുന്നത്. ഫുട്ബോൾ ലോകകപ്പ് വേദികൾ സാധാരണ ചോദിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഫാക്ട് പഠിച്ചു വെക്കണം. മാത്രമല്ല, വേദികൾ 3 രാജ്യങ്ങളായതിനാൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദിക്കാനുള്ളൊരു സാധ്യതയും കൂടെ ഉണ്ട്. ഒരു ഉദാഹരണത്തിൽ, ഇപ്പോൾ 2026 ലോകകപ്പ് ഫുട്ബോൾ വേദികളിൽ പെടുന്ന രാജ്യങ്ങൾ ഏവാന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഓപ്ഷൻസ് USA, കാനഡ, മെക്സിക്കോ അല്ലെങ്കിൽ ബ്രസീൽ തന്നിട്ട് ഓപ്ഷൻ A 1ഉം 2ഉം ശരി, B 2ഉം 3ഉം ശരി, C 1ഉം 2ഉം 3ഉം ശരി, D എല്ലാം ശരി എന്നിങ്ങനെ ഒക്കെ ചോദിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. 2020 ക്രിക്കറ്റിൽ ഏറ്റവും ഉയർന്ന സ്കോറിനെ കുറിച്ച് സിംബാബ്വെ. ഗാസിയക്കെതിരെ 120 പന്തിൽ 344 റൺസ് നേടിയാണ് സിംബാബ്വെ റെക്കോർഡിട്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2020 ക്രിക്കറ്റിലെ നിലവിലെ ഏറ്റവും ഉയർന്ന സ്കോർ ആയതിനെ തന്നെ തീർച്ചയായിട്ടും പഠിക്കണം. അടുത്തത്, പല രാജ്യങ്ങൾ കണ്ടുപിടിച്ച ക്രിസ്റ്റഫർ കൊളംബസ് ഇറ്റലിക്കാരനല്ല, സ്പെയിൻകാരനായ ജൂതനാണെന്ന് DNA പരിശോധനയിൽ കണ്ടെത്തി. പല രാജ്യങ്ങളും കണ്ടുപിടിച്ച ക്രിസ്റ്റഫർ കൊളംബസ് ഇറ്റലിക്കാരനല്ല, സ്പെയിൻകാരനായ ജൂതനെന്ന് DNA പരിശോധനയിൽ കണ്ടെത്തി. കൊളംബസ് ഒരു ചരിത്ര പുരുഷൻ തന്നെയാണ്. അപ്പം ഇത്തരം ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ചോദ്യമായി വന്നേക്കാം. എന്തായാലും ഇത് പഠിച്ചു വെക്കണം. അടുത്തത്, 80,000 വർഷത്തിലൊരിക്കൽ ദൃശ്യമാകുന്ന ഷുജിൻഷാൻ അറ്റ്ലസ് E-bar 2023 A3 എന്ന വാൽനക്ഷത്രം കഴിഞ്ഞ ആഴ്ച ആകാശത്ത് ദൃശ്യമായി. 80,000 വർഷത്തിലൊരിക്കൽ ദൃശ്യമാകുന്ന ഷുജിൻഷാൻ അറ്റ്ലസ് E-bar 2023 A3 എന്ന വാൽനക്ഷത്രം ആകാശത്ത് ദൃശ്യമായി. വാൽനക്ഷത്രങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഇടയ്ക്കൊക്കെ PSC പരീക്ഷകളിൽ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫാക്ട് പഠിക്കണം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 4 യാത്രികരുമായി 2 മാസത്തിലധികം തങ്ങേണ്ടി വന്ന സ്പേസ് എക്സിന്റെ ക്രൂ 8 ദൗത്യം ഭൂമിയിലേക്ക് മടങ്ങിയെത്തി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 4 യാത്രികരുമായി 2 മാസത്തിലധികം തങ്ങേണ്ടി വന്ന സ്പേസ് എക്സിന്റെ ക്രൂ 8 ദൗത്യം ഭൂമിയിലേക്ക് മടങ്ങിയെത്തി. അടുത്ത്, സാഹിത്യ വിമർശകനും പ്രഭാഷകനുമായ ബാലചന്ദ്രൻ വടക്കേടത്ത് അന്തരിച്ചു. സാഹിത്യ വിമർശകനും പ്രഭാഷകനുമായ ബാലചന്ദ്രൻ വടക്കേടത്ത് അന്തരിച്ചു. അടുത്ത്, പാബ്ലോ നെരുദ പ്രധാന കഥാപാത്രമായ ഇൽ പോസ്റ്റിനോ എന്ന വിഖ്യാത നോവലിന്റെ സ്രഷ്ടാവ് അന്റോണിയോ സ്കാർമെത്ത അന്തരിച്ചു. പാബ്ലോ നെരുദ പ്രധാന കഥാപാത്രമായ ഇൽ പോസ്റ്റിനോ എന്ന വിഖ്യാത നോവലിന്റെ സ്രഷ്ടാവ് അന്റോണിയോ സ്കാർമെത്ത അന്തരിച്ചു. ബ്രിട്ടീഷ് ഗായകനും ഗാനരചയിതാവുമായ ലിയം ജെയിംസ് പെയിൻ അന്തരിച്ചു. ബ്രിട്ടീഷ് ഗായകനും ഗാനരചയിതാവുമായ ലിയം ജെയിംസ് പെയിൻ അന്തരിച്ചു. അമേരിക്കൻ ഗായകൻ ജാക്ക് ജോൺസ് അന്തരിച്ചു. അമേരിക്കൻ ഗായകൻ ജാക്ക് ജോൺസ് അന്തരിച്ചു. ഈ ഫാക്റ്റുകൾ നിങ്ങൾ ഒന്ന് എഴുതി പഠിക്കുകയോ അല്ലെങ്കിൽ 1-2 തവണ കേട്ട് പഠിക്കുകയോ ചെയ്യണം. തുടർന്നുള്ള സീരീസുകളിൽ ബാക്കി ഭാഗങ്ങൾ, അതായത് നവംബറിലെ ബാക്കിയും ഒക്ടോബർ, സെപ്റ്റംബർ അങ്ങനെയുള്ളതെല്ലാം നമ്മൾ ചെയ്യുന്നതായിരിക്കും. അത് LGSനും അതേപോലെ തന്നെ ഇനി വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് OA എക്സാംസിനും കൂടെ വേണ്ടിയിട്ടുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഫാക്റ്റുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒന്ന് എഴുതി പഠിക്കോ അല്ലെങ്കിൽ കേട്ട് പഠിച്ചിട്ടോ വേണം പോകാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ ആൻഡ് ഹാപ്പി ലേണിംഗ്.